യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, പ്രഭാഷകൻ 21:7 വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു, ജ്ഞാനി പക്ഷെ തൻ്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ വെണ്ണനെയ് പോലെയുള്ള വാക്കുകൾ പറഞ്ഞും പിടിച്ചും മനുഷ്യരെ കുപ്പിയിലിറക്കും. അവനൊരു പക്ഷെ പ്രശസ്തി നേടും, അവൻ്റെ വാക്ചാതുര്യം കൊണ്ട് അവൻ പിടിച്ചു നിൽക്കും. എന്നാൽ ജ്ഞാനി തൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് തൻ്റെ കുറവ് കണ്ടെത്തുന്നു. നമുക്ക് വാക്കുകൾ കൊണ്ട് മഴവില്ല് തീർക്കാൻ പറ്റും, വാക്കുകൾ കൊണ്ട് മന്ത്രജാലം ചെയ്യാൻ സാധിക്കും, വാക്കുകൾ കൊണ്ട് വർണ്ണമുത്തുകൾ വാരി വിതറാൻ കഴിയും, വാക്കുകൾ കൊണ്ട് മനുഷ്യരെ ഒരു മായാവലയത്തിലാക്കാനും സാധിക്കും. അതിന് ഭാഷ പഠിച്ച് ചാതുര്യമുള്ളവനത് ചെയ്യും. പക്ഷേ അതിൽ 10 മടങ്ങ് ജ്ഞാനി, മിടുമിടുക്കനായ ജ്ഞാനി തൻ്റെ പാളിച്ച കണ്ടുപിടിക്കും. കഴിഞ്ഞ 10 വർഷം തനിക്ക് തിരുത്താൻ പറ്റാഞ്ഞൊരു പാളിച്ച തൻ്റെ നെഞ്ചിൽ പാമ്പ് പോലെ ഇഴയുന്നുണ്ടെന്ന് അവനറിയാം. അവനെ ആരൊക്കെ പഞ്ചാര വാക്ക് പറഞ്ഞ് പുകഴ്ത്തിയാലും അവൻ അതിൽ വീഴില്ല. അവൻ്റെ നോട്ടം തൻ്റെ ഉള്ളിലേക്കായിരിക്കും. തനിക്ക് തിരുത്താൻ ഇനിയുമുണ്ടല്ലോ ഒരു കുറവ്, തനിക്ക് ഇനിയും ഒരു പിഴവുണ്ടല്ലോ എന്നോർത്ത് അവൻ തമ്പുരാൻ്റെ മുമ്പിൽ എളിമപ്പെടും. ജ്ഞാനി തൻ്റെ പാളിച്ച കണ്ടുപിടിക്കും. ഈ നോമ്പുകാലത്ത് നമുക്കൊരു പക്ഷേ ഭക്തകൃത്യങ്ങൾ ചെയ്ത് സന്തോഷിക്കാം, കുരിശിൻ്റെ വഴിയിൽ കമിഴ്ന്ന് വീണ് കരഞ്ഞ് ആനന്ദിക്കാം. പക്ഷെ അതിലൊക്കെ 10 ഇരട്ടി 100 ഇരട്ടി മഹത്വമുള്ളതാണ് ജ്ഞാനത്തിൻ്റെ കണ്ണുകളോടെ, ദൈവിക ജ്ഞാനത്തിൻ്റെ മിഴികളോടെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഇനിയും ഒരു കുറവ് നമുക്ക് ബാക്കിയുണ്ടല്ലോ എന്ന് തിരിച്ചറിയുന്നത്, അതിനുവേണ്ടി കരയുന്നത്, അതിനുവേണ്ടി ചെറിയ പരിഹാരങ്ങൾ ചെയ്യുന്നത്. ഒടുവിൽ നാം വിജയിക്കും, കർത്താവിൻ്റെ മുമ്പിൽ നിവർന്ന് കൃപയിൽ നിൽക്കുകയും ചെയ്യും. ആമേൻ. നമ്മുടെ പുതിയ സീനിയർ സിറ്റിസൺ ധ്യാനം വരികയാണ്. 60 വയസ്സിന് മുകളിലുള്ളവർ ആഘോഷത്തോടെ ആത്മാവിൽ ഏറ്റുവാങ്ങിയ സുഭഗമായ ആത്മീയ ധ്യാനം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അപൂർവ ശുശ്രൂഷ. ഇനി അത് വരുന്നത് മാർച്ച് 27, 28, 29, 30 തീയതികളിൽ. അതിനകത്ത് ഓശാന ഞായറാഴ്ചയും വരും. അവിടുത്തെ എല്ലാ ശുശ്രൂഷകളും, വേണ്ട എല്ലാ ശുശ്രൂഷകളും നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ക്രമീകരിക്കും. ഇത്തവണത്തെ ഓശാന ഞായറാഴ്ച ധ്യാന കേന്ദ്രത്തിലാകട്ടെ. നമ്മുടെ അപ്പനെയും അമ്മയും ഈ മനോഹര ധ്യാനത്തിലേക്ക് പറഞ്ഞു വിടുക. വേഗം നിങ്ങളുടെ മുറി ബുക്ക് ചെയ്യുക. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം.